കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം ഈ ഒരു ഫോർഡിൻ്റെ എക്കോസ്പോർട്ടാണ്. നല്ല കലക്കം വണ്ടി, ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2016 മോഡൽ 2-ാം മാസം പുറത്തേക്കുന്ന വണ്ടിയാണ്. ഡീസലാണ്, സിംഗിൾ ഓണറാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കിലോമീറ്ററൊന്നും വലിയ ഓട്ടം കാര്യങ്ങളൊന്നുമില്ല. എത്രയാണെന്ന് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വണ്ടിയുടെ ആ ഒരു കിടപ്പ് നോക്കാം. വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ട്രെൻഡ് ലൈനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അതുകൂടാതെ തന്നെ ID വാല്യൂ നിലവിൽ 3,62,200 രൂപ നിലവിൽ ID വാല്യൂ ഈ ഒരു വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിന് ജസ്റ്റ് ഇൻട്രോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനം ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഈ ഒരു ഫോർഡിൻ്റെ എക്കോസ്പോർട്ടാണ്. എക്കോസ്പോർട്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഒരു സബ് കോമ്പാക്റ്റ് SUV അല്ലെങ്കിൽ SUV ഒക്കെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ എക്കോസ്പോർട്ടായിരിക്കും. ഫോർഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ഫോർഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് ഈ വാഹനം കിട്ടുകയും ചെയ്യും. കാരണം ഇവിടെ പ്രൊഡക്ഷൻ നിന്നുകൊണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ താരതമ്യേന കുറവാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ള് വ്യൂ പോയേക്കാം. ഇതിൻ്റെ ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ വണ്ടി ബോഡിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയേക്കാം കേട്ടോ. കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു കൂടെ എക്കോസ്പോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നല്ല നീറ്റായിട്ടേക്കും ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത്. വീലാസ് നോക്കാം. വീലാസായാലും നല്ല നീറ്റായിട്ടേക്കും വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിനി ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. താഴെ ഫോഗ് ലാമ്പിൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഗില്ല് നോക്കാം. ഗില്ല് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കണ മെഷ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഈ ലാമ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും ഇവിടെ നീറ്റായിട്ടെങ്കിൽ വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടെങ്കിൽ ഡോർസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വീലാർസ് എയർ കണ്ടീഷനിലേക്ക് പോകാം. വീലാർസ് നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടെങ്കിൽ സൈഡ് പോർഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിൻഷീൽഡ് വരുന്നുണ്ട്. ഇവിടെ ഫോഗേഴ്സ് വരുന്നുണ്ട്. റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. താഴെ ഇവിടെ ടെയിൽ ലാമ്പും അതേപോലെ തന്നെ റിവേഴ്സ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങൾ നോക്കിയേക്കാം. ബൂട്ടിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റായിട്ടിരിക്കുന്ന സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പാർസൽ ട്രേ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എഡ്ജസൊക്കെ നോക്കിയേക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഈ ഒരു ബൂട്ടിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ സൈഡ് പോർഷൻ അതേപോലെ ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കിയേക്കാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടേക്കും ഡോർസ് കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഓറിയം കൺട്രോൾ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഇവിടെ സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടേക്കും സീറ്റ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 63,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അല്ല, മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ ഇങ്ങനെ അവസ്ഥ നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ബോണറ്റും അതേപോലെ തന്നെ ബൂട്ട് നമ്മൾ ഓടി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബോണറ്റിന് വേണ്ടി നോക്കേണ്ട ആവശ്യമുള്ളൂ. ബോണറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, അതേപോലെ തന്നെ ഇവിടെ എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം. ഇവിടെ വേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഫ്രണ്ട് പോർഷൻ ആയാലും ഇവിടുത്തെ പേസ്റ്റും കാര്യങ്ങൾ നോക്കാം.
അതേപോലെ തന്നെ ലിഡിലേക്ക് പോയേക്കാം. ലിഡ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു വികാരമാണ് എക്കോസ്പോർട്ട്. കാരണം ഫോർഡിൻ്റെ ഏറ്റവും നല്ല വണ്ടികൾ ഇവിടെ ഇറങ്ങിയതിനകത്ത് ഒരെണ്ണം എക്കോസ്പോർട്ടാണ്, ഇന്ത്യയിൽ ഇറങ്ങിയത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇപ്പോൾ നിലവിൽ ഫോർഡിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മാറി നിന്ന് തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല. എൻഡോവർ എന്തായാലും തിരിച്ചു വരുമെന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്കോസ്പോർട്ടും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് അടക്കാം. റേറ്റിലേക്ക് അടങ്ങാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്ക് പോകാം. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 6.25 ലക്ഷം രൂപയാണ്. 6.25 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വോയിസ് അയച്ചേക്കാം, മെസ്സേജ് അയച്ചേക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കോൾ ചെയ്യാൻ ചിലപ്പോൾ എടുത്തുനിന്ന് വരില്ല. അതിൻ്റെ പേര് തന്നെ ടെക്സ്റ്റും വോയിസിലേക്ക് നിങ്ങൾ മാറുക. അപ്പോൾ ഇതിലേക്കാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.